എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വാസ്തുശാസ്ത്രത്തിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പം അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് പ്രകാരം നമ്മൾ യോനികളെക്കുറിച്ച് സംസാരിച്ചു. അപ്പം നമ്മുടെ വീടിൻ്റെ ദർശനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുകൊണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്. നമ്മൾ എപ്പോഴും ഒരു ഗ്രഹം നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് വടക്കിനാണ് അതിപ്രാധാന്യം. വടക്ക് കഴിഞ്ഞേ ഉള്ളൂ കിഴക്ക്, കിഴക്ക് കഴിഞ്ഞ് പടിഞ്ഞാറ് കഴിഞ്ഞേ ഉള്ളൂ തെക്കിന് പ്രാധാന്യം. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാനിത് അവലംബിക്കുന്നത്, ഈ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സ്വയം നിങ്ങളുടെ വീടിനെ പറ്റി പഠിച്ച് അതിലെന്താണ് അപാകത എന്താണ് അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ അവലംബിക്കുന്നത്. ഞാൻ അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ മെഷർമെൻറ്റ് ടേപ്പ് ഉണ്ടെങ്കിൽ 5 മീറ്ററോ 10 മീറ്ററിൻ്റെയൊക്കെ ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ വീടിൻ്റെ പുറംചുറ്റെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പെരിമീറ്ററാണ്. ഭിത്തിയുടെ കോർണർ ടു കോർണർ എവിടെല്ലാം കട്ടുകളുണ്ടോ ആ കോർണർ ടു കോർണർ നിങ്ങൾ മെഷർ ചെയ്യണം. അത് മെഷർ ചെയ്തിട്ട് നിങ്ങൾ അതിനെ ടോട്ടൽ ചെയ്യണം. എന്നുവെച്ചാൽ എങ്ങോട്ടെല്ലാം നമ്മൾ ചതുരമായിരിക്കും, ചിലത് ദീർഘചതുരമായിരിക്കും, ചിലത് സമചതുരമായിരിക്കും, ചിലത് ചതുരം കൂടാതെ പല ഷേപ്പിലായിരിക്കും. അപ്പോൾ ആ ഏരിയ എല്ലാം നിങ്ങൾ കോർണർ ടു കോർണർ മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങളത് ടോട്ടൽ ചെയ്യുക. കൂട്ടി നോക്കിയാൽ എത്ര വരുന്നു മീറ്റർ സെൻറ്റിമീറ്ററിൽ. അതിനെ പിന്നെ കോൽ കണക്കിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ടോട്ടൽ എടുത്തതിനെ നമ്മൾ 0.72, അതായത് നമ്മൾ 72 സെൻറ്റിമീറ്ററിൻ്റെ കോൽ വെച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കിഷ്കു എന്ന് പറയുന്ന കോൽ 72 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിന് ടോട്ടൽ വന്ന ആ എമൗണ്ടിനെ നമ്മൾ 0.72 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് അതായിരിക്കും കോല്. അപ്പോൾ ആ കോൽ കണക്ക്, പക്ഷേ നിങ്ങൾക്ക് കോൽ കണക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് പുസ്തകം ഉണ്ടായിരിക്കണം. വാസ്തുവിൻ്റെ കണക്ക് പുസ്തകം, ചെറിയ പുസ്തകം കിട്ടും, ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും. അതിനകത്ത് കണക്ക് പട്ടിക ഉണ്ടാവും. പെരയുടെ പുറംചുറ്റ്, അതിൻ്റെ വയസ്സ്, ആയം, വ്യയം, നക്ഷത്രം, ഇതെല്ലാം അതിനകത്തുണ്ടാവും. അപ്പം നമ്മൾ അത് സ്വയം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കിയെടുക്കുന്ന സമയത്ത് ആ ദർശനം ഞാൻ പറഞ്ഞു, ഒന്നാണേൽ പടിഞ്ഞാട്ട് ആയിരിക്കണം. ധ്വജയോനി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുടെ കണക്കാണ്. ധ്വജയോനിക്ക് നമുക്ക് വേറെ ഒരു ഭാഗത്തോട്ടും ഇപ്പം നമ്മുടെ വഴിയെ ആശ്രയിച്ചിരിക്കും. നമുക്ക് ചിലപ്പം തെക്ക് ഭാഗത്തായിരിക്കും പെരയ്ക്ക് ഫ്രണ്ട് വ്യൂ വരുന്നത്, അല്ലെങ്കിൽ കിഴക്കായിരിക്കും. അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ വഴിയെ ആസ്പദമാക്കി, രാജവീഥി എന്നൊക്കെ പറയും, വഴിയെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ പെരയുടെ ദർശനം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പടിഞ്ഞാട്ട് ഉള്ള പെരയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ധ്വജയോനി തന്നെയായിരിക്കണം. ഇനിയും ധ്വജയോനി തെക്കോട്ട് വെച്ചാലും കുഴപ്പമില്ല, കിഴക്കോട്ട് വെച്ചാലും കുഴപ്പമില്ല, വടക്കോട്ട് വെച്ചാലും കുഴപ്പമില്ല. അപ്പം ധ്വജയോനി 4 ഭാഗത്തേക്കും എടുക്കാവുന്ന കണക്കാണ് ധ്വജയോനി കണക്ക്. പക്ഷേ അതുകൂടാതെ അപ്പം 8 കോണുകളാണ്, 8 യോനികളാണ് വാസ്തുശാസ്ത്രത്തിലുള്ളത്. നമ്മളൊരു പെരയുടെ 4 മധ്യം എടുത്താൽ 4 പിന്നെ ഡയഗണലായിട്ട് വരുന്നത്, കോണോട് കോൺ എടുക്കുമ്പോൾ ആ കോണോട് കോണുള്ള 4 യോനികൾ നമ്മൾ എടുക്കില്ല. 4 ദിക്കിലേക്കുള്ളത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പം 1 പടിഞ്ഞാട്ട് ഉള്ള പെരയ്ക്ക് 1 ആണെങ്കിൽ വടക്കോട്ടുള്ളതിന് 3 ആണ്. 1, 3, 5, 7 ഇതാണ് യോനിയുടെ കണക്ക്. 1 പടിഞ്ഞാട്ടും, 3 വടക്കോട്ടും, 5 കിഴക്കോട്ടും, 7 തെക്കോട്ടും. അപ്പോൾ ധ്വജയോനി, സിംഹയോനി, വൃഷയോനി, ഗജയോനി, ഇതാണ് ഈ യോനികളുടെ പേര്. അപ്പോൾ നമുക്ക് സ്വയം നമ്മൾ അളന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, കണക്ക് പുസ്തകം അറിയാൻ പറ്റും നമ്മുടെ എത്ര കണക്ക് വന്നിരിക്കുന്നത്. അപ്പം എത്ര കോലിൻ്റെയാണ് നമ്മുടെ പെര. അപ്പോൾ ആ കോലിൻ്റെ ഒരു സ്കെയിൽ വെച്ച് ആ പുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ അതിൻ്റെ കംപ്ലീറ്റ് വിവരപ്പട്ടിക ഉണ്ടാവും.
ആ ഒരേ ലൈനിൽ വരുന്നതിനകത്ത് വയസ്സുണ്ടാവും, നക്ഷത്രം ഉണ്ടാവും, ആയം വ്യയം ഉണ്ടാവും, യോനിയുടെ കണക്കുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഇപ്പോൾ വടക്കോട്ടുള്ള പെരയാണ് നിങ്ങൾക്ക് 3 യോനി കിട്ടിയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ യോനി ശരിയാണ്, പെരയുടെ കണക്കിൻ്റെ യോനി ശരിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വീട്ടിൽ ആ കണക്കും പ്രകാരം വരവ് എത്രയാണ്, ചിലവ് എത്രയാണ്. അപ്പോൾ നമ്മൾ വരവ് എപ്പോഴും കൂടി നിൽക്കണം, ചിലവ് കുറഞ്ഞു നിൽക്കണം. അപ്പോൾ നമ്മൾ വരവും ചിലവിനെയും കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു വേറൊരു കാര്യം കൂടി ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. എപ്പോഴും നമ്മുടെ വീട്ടിലെ ബെഡ്റൂം ആയിരിക്കണം സ്വല്പമെങ്കിലും വലുതായിട്ടുള്ളത്. ബെഡ്റൂമിനെക്കാട്ടിലും ചെറുതായിരിക്കണം അടുക്കള. പിന്നെ അടുക്കളയ്ക്ക് നമ്മൾ സ്ഥാനം പറയുമ്പോൾ ശുദ്ധ സസ്യാഹാരത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ നമുക്ക് തെക്ക് കിഴക്ക് അടുക്കള എടുക്കാം. എന്നുവെച്ചാൽ അത് അഗ്നികോണാണ്, ഹോമാഗ്നിയുടെ സ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മത്സ്യമാംസങ്ങളൊന്നും പാകം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ തെക്ക് കിഴക്ക് കോണ് എടുക്കാം. ഇനി അതല്ല, മത്സ്യമാംസം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സൂര്യമണ്ഡലം തന്നെയാണ് അടുക്കളയ്ക്ക് സ്ഥാനം വേണ്ടത്, വടക്ക് കിഴക്ക് തന്നെയായിരിക്കണം. അപ്പോൾ എന്താണ്, അത് സൂര്യമണ്ഡലമാണ്, ആഹാരം പാചകം ചെയ്യാനുള്ള മണ്ഡലം തന്നെയാണ്. പിന്നെ അതിന് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടുകാർക്കും വടക്ക് കിഴക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ പെരയുടെ വ്യൂ, ഫ്രണ്ട് വ്യൂ ഒക്കെ വരുമ്പോൾ റോഡൊക്കെ എവിടെയാകുമ്പോൾ നമ്മൾ ചിലർ അതിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ തെക്ക് പടിഞ്ഞാറ് അത് മധ്യമമായിട്ട് എടുക്കും. വടക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറ് നമ്മൾ എടുക്കില്ല. തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ നിര്യതിയാണ്, ഈശ്വരമണ്ഡലമാണ്, ബോധമണ്ഡലമാണ്. തെക്ക് പടിഞ്ഞാറ് ഒഴിച്ച് ബാക്കി നമ്മൾ 3 ഭാഗം എടുക്കാം. പക്ഷേ അതിൽ ഏറ്റവും ഉത്തമമായിട്ട് നമ്മൾ പറയുന്നത് സൂര്യമണ്ഡലം തന്നെയാണ്, വടക്ക് കിഴക്ക് തന്നെയാണ്. അപ്പം അതനുസരിച്ചിട്ട് ആ അടുക്കളയ്ക്ക് നമുക്ക് സ്ഥാനം പറഞ്ഞു. അപ്പോൾ അതോടനുസരിച്ചിട്ട് പിന്നീട് നമ്മൾ ഈ പെരയുടെ നോക്കേണ്ടത് ഈ യോനി കണക്കുമായിട്ട് വന്നു. നമ്മളെപ്പോഴാണ് അടുക്കളയിലോട്ട് നമ്മൾ പോയത്? വരവ് ചെലവിൻ്റെ കണക്ക് പറഞ്ഞപ്പോഴാണ് നമ്മളോട്ട് പോയത്. എന്ന് വെച്ചാൽ ഈ വരവ് കുറവും ചിലവ് കൂടുതലും ഉള്ള കണക്കായാൽ അതെല്ലാം ഒന്നുകിൽ മരുന്ന് വാങ്ങിയോ അടുക്കളയിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയോ എന്നുവെച്ചാൽ നമ്മളറിയാതെ കാശ് വയ്ക്കൊണ്ടിരിക്കും. ആ കാശ് നമുക്ക് നിൽക്കില്ല, മിച്ചം ഉണ്ടാവില്ല. അപ്പോൾ അത് വളരെ പ്രാധാന്യമാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടിക്കാണും ഒരു പെര, ഒരു വസ്തുവിന് എങ്ങനെയായിരിക്കണം കണക്ക്. അപ്പം നമ്മൾ ഇനിയും പറയാനുള്ളത്, പെര വെച്ച് പോയവർക്ക്, അതായത് ഉള്ള ഭൂമിയിൽ ഗ്രഹം നിർമ്മിച്ചു അതിൽ താമസിക്കുന്നവർക്ക്, അവർക്ക് വേണമെങ്കിൽ അവരുടെ വാസ്തുവിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ഉള്ള ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയാൻ പോവാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കിഴക്കോട്ട് ആയിക്കോട്ടെ വടക്കോട്ടായിക്കോട്ടെ ഭൂമിയുടെ സ്ഥിതി അനുസരിച്ചാണ് നമ്മൾ പെര വയ്ക്കുന്നത്. നമുക്ക് വലിയ ഭൂമിയൊന്നും ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ 2 സെൻറ്റിനകത്തായിരിക്കും പെര വെച്ചിരിക്കുന്നത്. അപ്പോഴും ഞാൻ പറയുന്നത്, കിഴക്കോട്ട് എവിടെ ആയിക്കോട്ടെ ആ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് നിര്യതിയിലാണ് ആ ഗ്രഹം നമ്മൾ പണിതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അളന്നു നോക്കണം. തെക്ക് ഭാഗത്ത് സ്ഥലം കുറവായിരിക്കണം, പടിഞ്ഞാറ് ഭാഗത്തും സ്ഥലം കുറവായിരിക്കണം. വടക്കു ഭാഗത്തും കിഴക്കു ഭാഗത്തും സ്ഥലം കൂടുതലുണ്ടെങ്കിൽ ആ പെരസ്ഥാനത്താണ്, ആ ഭൂമിയിൽ സ്ഥാനത്താണ് ആ പെര. പിന്നെ നമ്മൾ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ പറയും, ഈ 9 വീഥികൾ, ഭൂമി 9 വീഥികളായിട്ട് നമ്മൾ ഖണ്ഡിക്കും. അപ്പോൾ 9 വീഥി എടുത്തിട്ട് ആ വീഥികളിൽ പിശാചു വീഥി ഏറ്റവും പുറത്തുള്ള അത് ഒരു കോലെങ്കിലും നമ്മുടെ പെരയ്ക്ക് ചുറ്റിനും ഒരു കോൽ എങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. നമ്മുടെ വേലിയോ അല്ലെങ്കിൽ നമ്മുടെ മതിലുമായിട്ടോ നമ്മുടെ അതിരുമായിട്ട് ഒരു കോല്, അതിന് പിശാചു വീഥി എന്നാണ് പറയുക. പക്ഷേ അത് ശാസ്ത്രമാണ്. അത് പിശാചു വീഥി എന്ന് നമ്മളൊരു ദൈവിക പരിവേഷം അതിന് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അയൽവാസിയുടെ, നമ്മുടെ പെരയിലെ വെള്ളം അയൽവാസിയുടെ പെരയിലോ അവരുടെ ഭൂമിയിലോ വീണാൽ അത് വഴക്കാവും, കേസാവും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പിശാചു വീഥി എന്ന് പറയുന്ന ഒരു മീറ്ററെങ്കിലും അല്ലെങ്കിൽ ഒരു കോലെങ്കിലും നമ്മൾ സ്പേസ് വിടും, നമ്മുടെ അയൽവാസി ഉണ്ടെങ്കിൽ അവരുടെ പെരയിൽ വീഴാതിരിക്കാൻ. അപ്പോൾ പിന്നുള്ളത് നമ്മൾ ബ്രഹ്മവീതിയിലും ഗണേശ വീതിയിലും ഒക്കെ നിർത്തിയാണ് നമ്മൾ ഈ പെര വയ്ക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കിഴക്കോട്ട് ദർശനമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കണം പെര, അല്ലെങ്കിൽ പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കണം. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പെരയുടെ ഞാൻ ഏരിയ പറയുമ്പോൾ, പെരയുടെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും സ്ഥലം കുറവായിരിക്കണം. പെരയുടെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും സ്ഥലം കൂടുതലുണ്ട്. അത് ഈശാന്യത്തിലാണ്, ആ പെര സ്ഥാനത്താണ്. അപ്പോൾ അതിന് പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ചിലരുടെ ഭൂമിയുടെ മധ്യത്തും ഒന്നുമല്ലാത്ത ഒരു സ്ഥാനമല്ലാത്തടത്ത് ചിലർ ഗ്രഹം നിർമ്മിക്കും.
അതൊരു സ്ഥാനത്തും ആയിരിക്കത്തില്ല. ഞാനപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒന്നുകിൽ നിര്യതിയിൽ നിൽക്കണം, അല്ലെങ്കിൽ ഈശാന്യത്തിൽ നിൽക്കണം. അപ്പം അതിന് ഉള്ള ഒരു എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വളരെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയാണ്. നിര്യതിയിൽ നിൽക്കുന്ന, അതായത് കന്യരാശിയിൽ നിൽക്കുന്ന പെരയാണെങ്കിൽ തെക്ക് ഭാഗത്ത് സ്ഥലക്കുറവായിരിക്കണം, പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥലക്കുറവായിരിക്കണം, കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും സ്ഥലം കൂടുതലുണ്ടാവും. ഇനി ഈശാന്യത്തിൽ നിൽക്കുന്ന പടിഞ്ഞാട്ടൊക്കെ ദർശനമുള്ള പെരയാണ്, പടിഞ്ഞാറ് വശത്താണ് റോഡെങ്കിൽ, അപ്പം ഈ ഭൂമിയിൽ ഈശാന്യത്തിലോട്ട് കയറി നിൽക്കണം, വടക്ക് കിഴക്കോട്ട് കയറി നിൽക്കണം പെര. അപ്പോൾ എന്താണ്, പെരയുടെ പുറക് കിഴക്ക് ഭാഗത്ത് സ്ഥലക്കുറവുണ്ടാകണം, വടക്ക് ഭാഗത്ത് സ്ഥലക്കുറവുണ്ടാകണം, തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും മിറ്റം സ്ഥലം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അത് ഈശാന്യത്തിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന പെരയായിരിക്കും. നമുക്ക് തന്നെ അത് പഠിക്കാൻ പറ്റും. അപ്പം അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള അടുത്ത എപ്പിസോഡിൽ ഞാൻ വാസ്തുവായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പറയുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരിയും ഹരിയും ഹരിയും.